കഴിഞ്ഞ ദിവസം ഒണ്ടാരിയോയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പറന്ന അലാസ്ക എയർലൈൻസിന്റെ 7379 മാക്സ് ബോയിംഗ് വിമാനം 16,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ എക്സിറ്റ് ഡോർ തെറിച്ചുപോവുകയും വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയും ചെയ്തിരുന്നു. ഡോർ തെറിച്ചുപോയ അവസ്ഥയിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിലും പ്രചരിച്ചു. ആ സമയം വിമാനത്തിന്റെ പൊളിഞ്ഞുപോയ ഭാഗത്തു നിന്നും നിരവധി വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് വീണു. ആ കൂട്ടത്തിൽ താഴേക്ക് വീണ ഒരു ഐഫോൺ പോർട്ട്ലാൻഡിലുള്ള ഹൈവേ 270 സമീപം ബാർനസ് റോഡിലൂടെ നടക്കുകയായിരുന്ന ഒരു വ്യക്തി കണ്ടെത്തുകയുണ്ടായി. വിമാനം പറന്ന് 16,000 അടിയിലെത്തിയപ്പോഴായിരുന്നു എക്സിറ്റ് ഡോർ വലിയ ശബ്ദത്തോടെ ഇളകിത്തെറിച്ചത്. ഈ സമയത്താണ് ഐഫോണും വിമാനത്തിനുള്ളിൽ നിന്ന് താഴേക്ക് വീണത്. 16,000 അടി ഉയരത്തിൽ നിന്ന് വീണിട്ടും യാതൊരു പരിക്കും പറ്റാതെയാണ് ബാർനസ് റോഡിൽ ഫോൺ വന്ന് പതിച്ചത്. ഐഫോൺ നിലത്ത് കിടക്കുകയായിരുന്നു. എയർപ്ലെയിൻ മോഡിലായിരുന്നു ഫോൺ. ബാറ്ററി ചാർജ് പകുതിയോളം ഉണ്ടായിരുന്നു. സ്ക്രീനിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നാണ് ഫോൺ കണ്ടെത്തിയ വ്യക്തി അദ്ദേഹത്തിന്റെ സീൻ ബെഡ്സ് എന്ന പേരുള്ള എക്സ് അക്കൗണ്ടിൽ ഫോണിന്റെ ചിത്രമടക്കം തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇദ്ദേഹം ഫോൺ പരിശോധിച്ചപ്പോഴാണ് അലാസ്ക എയർലൈൻസ് ഫ്ലൈറ്റിലേക്കുള്ള ലഗേജിന്റെ ബിൽ പേ ചെയ്തതായി കാണിക്കുന്ന ഒരു റെസിപ്റ്റ് മെയിൽ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം 2 ദിവസം മുൻപ് അലാസ്ക എയർലൈൻസിലുണ്ടായ അപകടത്തെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ഫോൺ വിമാനത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും യാത്രക്കാരന്റേതാവാം എന്ന സംശയമുണ്ടായി. ഉടൻ തന്നെ ഇയാൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഫെഡറൽ ഏജൻസിയായ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിനെ വിളിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷം അലാസ്ക എയർലൈൻസ് വിമാനത്തിലെ ഡോർ തെറിച്ചുപോയത്. ആകാശത്ത് 16,000 അടി ഉയരത്തിലുള്ള വിമാനത്തിൽ നിന്ന് ആ സമയം പല വസ്തുക്കളും പുറത്തേക്ക് പോയിരുന്നു. ബെഡ്സ് കണ്ടെത്തിയ ഈ ഐഫോൺ അവയിലൊന്നായിരിക്കാം എന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ ആകാശത്തു നിന്നും കേടുപാട് കൂടാതെ ഐഫോൺ താഴേക്ക് വീണ സംഭവം ഇതിനു മുൻപ് വാർത്തകളിൽ വന്നിട്ടുണ്ട്. 14,000 അടി ഉയരത്തിൽ സ്കൈ ഡൈവിംഗിനിടെ തന്റെ ഐഫോൺ പോക്കറ്റിൽ നിന്നും പറന്നുപോയതിനു ശേഷവും ഫോണിന് യാതൊരു പോറലും ഉണ്ടായില്ല എന്ന് 2023 ജൂണിൽ ഹാറ്റൺ സ്മിത്ത് എന്ന ഒരു ടിക്ടോക്ക് ഉപയോക്താവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഫോൺ വന്ന് പതിച്ചത് പുല്ലും ചെളിയും നിറഞ്ഞ സ്ഥലത്താണെന്നും പറഞ്ഞിരുന്നു. സ്മാർട്ട് ഫോൺ സ്ക്രീനുകൾ കാലക്രമേണ വളരെ ശക്തമായി മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അലാസ്ക എയർലൈൻസിൽ നിന്നും വീണ ഫോണും ചെന്ന് വീണത് പുല്ലും മണ്ണും നിറഞ്ഞ ഇടത്തു തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി വായു പ്രതിരോധമാണ് ഫോണിനെ സംരക്ഷിച്ചതെന്ന് ഓസ്ലോ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയററ്റിക്കൽ ആസ്ട്രോഫിസിക്സിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ ഡങ്കൻ വാട്സ് പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ആകാശത്തുനിന്ന് വീഴുന്ന ഒരു ഐഫോൺ വായു പ്രതിരോധം കാരണം വേഗത്തിൽ ചലിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന ഏതൊരു വസ്തുവും അതിന്റെ ടെർമിനൽ വെലോസിറ്റി എന്നറിയപ്പെടുന്ന ഒരു ബിന്ദുവിലെത്തും. അവിടെ അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നുള്ള പ്രതിരോധം കാരണം ഗുരുത്വാകർഷണ ബലത്തിന് അതിനെ ത്വരിതപ്പെടുത്താൻ കഴിയില്ല. ഫോൺ സ്ക്രീൻ നിലത്തേക്ക് അഭിമുഖമായി വീഴുകയാണെങ്കിൽ അതിന്റെ വേഗത വളരെ കുറവായിരിക്കും, വാട്സ് പറയുന്നു. എന്നാൽ കല്ലിലോ നടപ്പാതയിലോ വീണിരുന്നെങ്കിൽ ഫോൺ കേടാകുമായിരുന്നുവെന്നും വാട്സ് ചൂണ്ടിക്കാട്ടി.